ഒരു ഗാനശാഖയെന്ന നിലയിൽ മാപ്പിളപ്പാട്ടിനെ ഏറെ നെഞ്ചേറ്റുന്നവരാണ് പരദേശികൾ. ലാളിത്യവും വശ്യതയുമാർന്ന ആ പാട്ടുകളോട് ഹൃദയം ചേർത്ത് വെച്ചവരാണ് പ്രവാസി സമൂഹം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ അനുരാഗം. ഗൾഫ് പ്രവാസം ശക്തിപ്പെട്ട 70കളുടെ അവസാനത്തോടെ മാപ്പിളപ്പാട്ടൊരു ലഹരിയായി പരദേശികളിൽ പെയ്തിറങ്ങുകയായിരുന്നു. ഏകാന്തത, വിരഹം, തൊഴിലിടങ്ങളിലെ സങ്കടങ്ങൾ ഇവയൊക്കെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടേപ്പ് റെക്കോർഡറിലെ മാപ്പിളപ്പാട്ടുകളിലേക്ക് ഇറക്കി വെക്കുകയായിരുന്നു ആദ്യകാല പ്രവാസികൾ. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖർ അന്നും ഇന്നും ഗൾഫിലെ വേദികളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. എരിഞ്ഞോളി മൂസ മാത്രം 1000-ലേറെ വേദികളാണ് പിന്നിട്ടത്. എന്നാൽ പരദേശ മണ്ണിലുള്ള മാപ്പിളപ്പാട്ട് ഗായകരുടെ സ്ഥിതി എന്ത്? അവർക്ക് അർഹമായ വേദികളും അവസരങ്ങളും ലഭിക്കുന്നുണ്ടോ? മുഖ്യധാരയുമായി പിടിച്ചു നിൽക്കാൻ അവർക്ക് എത്ര കണ്ട് സാധിക്കുന്നുണ്ട്? മാപ്പിളപ്പാട്ട് ആരാധകരുടെ ബാഹുല്യം ഏറെയുള്ള ഗൾഫ് നാടുകളിൽ എണ്ണമറ്റ മാപ്പിളപ്പാട്ട് ഗായകന്മാരുണ്ട്. ഇതിനിടയിൽ സ്വന്തം ശബ്ദം വേറിട്ട് കേൾപ്പിക്കാൻ ഈ പുത്തൻ കൂട്ടുകാർക്ക് എത്ര കണ്ട് സാധിക്കുന്നു? അവരുടെ പ്രതീക്ഷകളും പരിമിതികളും എന്തൊക്കെ? ടീ ടോക്ക് അന്വേഷിക്കുന്നു. Welcome to Sanford Tea Talk. It's me, Chris, with you. Come, let's chat. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം മുഹമ്മദ് ഫൈസൽ. ആലുവ പാനായിക്കുളം സ്വദേശി, 6 വർഷമായി UAE. പ്രവാസി മാപ്പിളപ്പാട്ട് രംഗത്ത് 3 ആണ്ടിന്റെ അനുഭവം. മാതാപിതാക്കളും ഭാര്യയും കുട്ടികളും ഉൾപ്പെടുന്നതാണ് കുടുംബം. ഫെറിൻ മേരി ഫിലിപ്പ്. ജനിച്ചതും വളർന്നതും UAE-യിൽ. തിരുവല്ലയാണ് സ്വദേശം. UAE-യിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി. പ്രവാസ ലോകത്തെ സംഗീത വേദികളിൽ ഏറെ സജീവമാണ്. മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടുന്നതാണ് കുടുംബം. ഷമീർ. എറണാകുളം കളമശ്ശേരി സ്വദേശി. സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. 5 വർഷമായി മാപ്പിളപ്പാട്ട് രംഗത്ത് സജീവം. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. ഷഫീർ മണ്ണാർക്കാട്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി. 6 വർഷമായി UAE-യിൽ. സ്വകാര്യ സ്ഥാപനത്തിൽ അഡ്മിൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു. ഗൾഫ് മാപ്പിളപ്പാട്ട് രംഗത്ത് 6 വർഷമായി സജീവം. മാതാപിതാക്കളും ഭാര്യയും മക്കളും ഉൾപ്പെടുന്നതാണ് കുടുംബം. ഷമീർ, നാട്ടിൽ നിന്നും കുറെ ആൾക്കാർ ഇവിടെ പെരുന്നാളായി കഴിഞ്ഞാൽ പാടാൻ വരുന്നു. അതിൽ വലിയ വലിയ സിംഗേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങളെപ്പോലത്തെ കുറേയധികം മാപ്പിളപ്പാട്ട് പാടുന്ന സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഈദിന് 2 പെരുന്നാളിന് മാത്രം, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും മാത്രമാണ് പരിപാടികൾ നടക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ടോ? അത് കാരണം അവസരം തീർച്ചയായും നഷ്ടപ്പെടാറുണ്ട്. കാര്യം ഇവിടെ പ്രവാസ ലോകത്ത് ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അവർക്ക് അവസരം കിട്ടാത്തത് കാരണം അവിടെ നാട്ടിൽ നിന്ന് പ്രസിദ്ധമായി അഫ്സൽ, കണ്ണൂർ ഷെരീഫ്, ഷാഫി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരാൻ നേരത്ത് ഇവിടെയുള്ള മാപ്പിളപ്പാട്ടുകൾക്ക് അവസരം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളാരും പ്രസിദ്ധരല്ല. നമ്മൾ ചില പ്രോഗ്രാം ചെറിയ പ്രോഗ്രാം കണ്ണൂർ കറാമ സെന്റർമാരെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഡൗട്ടായിരിക്കും, നമ്മൾ വെച്ച് പാടിച്ചാൽ ചിലപ്പോൾ ഇത് സക്സസ് ആവില്ലേ എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ കിട്ടാതെ വരുന്നത്. ഓക്കെ, ഷമീർ അങ്ങനെ പറയുമ്പോൾ ഷഫീർ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ കുറേയധികം സംഘടനകളുണ്ട്. ഈ സംഘടനകളും ആ സംഘടനകളുടെ ഈദ് സെലിബ്രേഷൻ ഇനി കുറെ ദിവസം ഉണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു ചെറിയ പരിപാടികൾക്ക് പോലും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കിട്ടാറുണ്ട്. നമുക്ക് കിട്ടേണ്ട പരിപാടി നമുക്ക് തന്നെ ബർത്ത്ഡേ പാർട്ടി ആയാലും അങ്ങനെ വരാറുണ്ട്. ഈ മാപ്പിളപ്പാട്ടിന്റെ ഈ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അത് 2 പെരുന്നാളിനും തീർച്ചയായിട്ടും എന്തായാലും സംഘടനയുടെ പരിപാടികളൊക്കെ ഉണ്ടാവില്ല, വരാറുണ്ട്. അപ്പൊ ആ പരിപാടികളിലൂടെ ആൾക്കാർ നിങ്ങൾ അറിയുന്നത് എത്രത്തോളമാണ്? ആരെങ്കിലും ആ കറാമ സെന്ററിൽ പാടുന്ന അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ലാതെ പോപ്പുലർ ആകാതെ ചെറിയ അങ്ങനെ പോകും. ഇങ്ങനത്തെ പോപ്പുലാരിറ്റി ആണോ സാറിന് കിട്ടിയിട്ടുള്ളത്? യെസ്, ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത്. ബട്ട് ആസ് യു സെഡ്, ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവുമെന്ന്. ആസ് യു സെഡ് അഗൈൻ, ദർ ആർ മെനി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. സോ ഇതില്ലെങ്കിൽ obviously some other stage, ഒന്നില്ലെങ്കിൽ മറ്റൊന്നുള്ളത്. എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടമുള്ള മാപ്പിളപ്പാട്ടുകൾ പാടാൻ വേണ്ടി അതിന് കുറേയധികം തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ യു ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ അല്ലേ? അപ്പോൾ നാട്ടിലത്തെ മാപ്പിളപ്പാട്ട് പാടുന്ന ഈ 3 പേർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു കോമ്പറ്റീഷൻ അല്ലേ? ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിഗ് കോമ്പറ്റീഷൻ. ഐ ഹാവ് ടു, ഞാൻ കീപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ then obviously I'll be out of the field. I have to keep up with the songs then. ഓക്കെ, ഫൈസൽ, നിങ്ങൾ 3 പേരും കറാമ സെന്ററിൽ പാടിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടം, എന്തായാലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ആസ്പെക്ട് ആയിട്ട് തോന്നി. 3 പേരും ഒരു വേദി പങ്കിട്ട ആൾക്കാരാണ്. ആ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാം. ഇല്ല, നമ്മൾ ആദ്യം കറാമ സെന്ററിന് മുമ്പ് ഒരു കാലത്ത് പാടാൻ വേണ്ടി ഒരു ചാൻസ് ചോദിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പലരും നമ്മളെ തള്ളിക്കളഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വാശിയായിരുന്നു, നമുക്കൊരു പ്രോഗ്രാം നടത്തും, ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പ്രോഗ്രാം നടത്തും. അങ്ങനെ ഞങ്ങൾ 3 പേര്, വേറെ 2 പേരുണ്ട് മിമിക്സ്,
അതുവരെ കരം സെന്ററിൽ ഇല്ലാത്ത രീതിയിൽ മിമിക്സ്, കുറച്ച് മാജിക് ഷോ എല്ലാം കൂടി കൂടിയിട്ട് ഗാനമേളയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി, ബ്യൂഗിൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മാത്രമല്ല സിനിമാ ഗാനം എല്ലാ പാട്ടുമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ എനിക്കറിയാവുന്ന 2-3 പേരുണ്ട്. അവരെന്ന് വെച്ചാൽ ഹോട്ടലിൽ പാടുന്നവരാണ്, നന്നായിട്ട് പാടും, പക്ഷെ പുറലു അറിയില്ല. അവര് രാത്രി പാടും, രാവിലെ ഇടന്നുറങ്ങും. ജീവിതം. അവരെ നമ്മൾ വിളിച്ച് അവിടെ പ്രോഗ്രാം നടത്തി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ മാപ്പിളപ്പാട്ട് ഗായെന്ന് മാത്രം അറിഞ്ഞിടുന്ന നമുക്ക് വേദികൾ കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ലൈക്കിംഗ് വന്നിട്ടില്ല. കാരണം നമുക്ക് മാപ്പിളപ്പാട്ട് മാത്രം, ഇപ്പോൾ ഒരാളൊരു പ്രോഗ്രാമിൽ പോകും, അത് മാപ്പിളപ്പാട്ട് മാത്രം പാടുള്ളൂ, സിനിമാനും പാടില്ല. പക്ഷെ നമുക്ക് വേദിയിൽ കിട്ടണമെങ്കിൽ സിനിമാനും പാടണം. അപ്പോ മാപ്പിളപ്പാട്ടിൽ അങ്ങനെ കെസ്പാട്ട്, കത്തുപാട്ട് അങ്ങനെയുള്ളത് നല്ല മെലഡീസ് ഒക്കെ ഉണ്ട്. മാപ്പിളപ്പാട്ട് മാത്രം പാടുള്ളൂ. അങ്ങനെ മാപ്പിളപ്പാട്ടൊന്നും ഞാൻ പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അത് പാടുന്നത്. വേറെ പല ആൾക്കാരും മാപ്പിളപ്പാട്ട് പാടാൻ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത ഒരു പാട്ട് കസ്തൂരി തൈലം വിട്ട്, ദാറ്റ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. സോ യാ, എവറി സ്റ്റേജ് ഐ മേക്ക് ഷുവർ ഐ സിംഗ് അറ്റ്ലീസ്റ്റ് ദാറ്റ് വൺസ്. അതെന്തായാലും ഇന്ന് പാടിപ്പിക്കുകയും ചെയ്യും. ഷഫീറിന്റെ ഫേവറേറ്റ് ഒരു പാട്ട് അത് പാടും. പിന്നെ അല്ലാഹവേ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. കസ്തൂരി തൈലം വിട്ടുള്ള ആ ഒരു പാട്ട്. ലെറ്റ്സ് ഗെറ്റ് എ ഫ്യൂ ലൈൻസ്. ഓക്കേ, ഷുവർ. കസ്തൂരി തൈലം വിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, മന്ദാരക്കുളങ്ങരി കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട് പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മാറുകൊള്ള മിടുക്കി പെണ്ണ്. നേരത്തെ ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ഫേവറേറ്റ്സ് പാടിപ്പിച്ചില്ല. അപ്പൊ ഇനി പേഴ്സണൽ ഫേവറേറ്റ്സ് ഓരോ ആൾക്കാരെ കൊണ്ട് ഓരോ വരികൾ പാടിപ്പിക്കാൻ വേണം. എന്തായാലും ഫൈസലിന്റെ ഫേവറേറ്റ് അഹദോന്റെ തന്നെ തുടങ്ങാം അല്ലെ? അഹദോന്റെ തിരുനാമം മുളിന്തിന്റെ സമയത്ത് ദുആ ചെയ്ത് കരം മുത്തി എളിന്ത് റബ്ബേ, തുതിയാൽ കടക്കട്ടെ നബിയോരിൽ സ്വലാത്തും ബിന്ദേ. പലപ്പോഴും മാപ്പിളപ്പാട്ടുകളിൽ പല ഭാഷകളുടെ ചായലുണ്ട്. അവർക്ക് നമുക്ക് അറബി, മലയാളം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ചിലതിൽ തമിഴിന്റെ വാക്കുകൾ വരാറുണ്ട്. എന്തായാലും തമിഴ് പാട്ടുകൾ മാത്രമാണ് മാപ്പിളപ്പാട്ട് ഒഴിച്ച് പാടാറുള്ളതെന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു സ്റ്റൈലിൽ, അതായത് കുറച്ച് തമിഴ് മിക്സ് ആയിട്ടുള്ള മാപ്പിളപ്പാട്ട്, അങ്ങനെയുള്ള പാട്ടുകൾ ഏതെങ്കിലും ഫേവറേറ്റ്സ് ഉണ്ട്? ഏതാണ്? ബദർ കിസ്സപ്പാട്ടുകളും കൂടുതലും അങ്ങനെയുള്ള അങ്ങനെയുള്ളതാണ് നമുക്ക് കാണും. അതിലൊരെണ്ണം ഹക്കാന കൊന്നുമറൽ മക്കാബ് വിട്ട് നബി പക്കാ മദീന തണവാൻ, ആരേതും എത്തിടുക ഈരാറു മുത്ത് ഷെഹർ പാറാൻ പൊറുത്ത പിറകേ. which is your favorite? ഏതാണ് ഷഫീറിന്റെ ഫേവറേറ്റ്? ഏതാണ്? മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു, മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂമി കണ്ടു, അറിവിന്റെ കേദാര ഭൂമി കണ്ടു. മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറേയധികം മാപ്പിളപ്പാട്ടുകൾ കേൾക്കാനുണ്ട്. മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുകയും മാപ്പിളപ്പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഷഫീറാണ് നമുക്ക് കുറച്ച് മുമ്പേ പാട്ട് പാടി തന്നത്. ഇവിടെ ബാക്കിയുള്ള സിംഗേഴ്സ് വരുമ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? ഇവിടുത്തെ ഗൾഫിലെ മാപ്പിളപ്പാട്ട് പാടുന്ന സിംഗേഴ്സ് എന്നുള്ള രീതിയിൽ, മാപ്പിളപ്പാട്ടുകാർ എന്ന രീതിയിൽ അവരെങ്ങനെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? അവര് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കാണും, കുഴപ്പമൊന്നുമില്ല. അവര് നല്ലൊരു രീതിയിൽ തന്നെ അവര് നമ്മളെ സാധാരണ ആ സിംഗേഴ്സിന്റെ ആ ഒരു ദേഷ്യം, റൈവലറി അങ്ങനൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെയുള്ള അവര് കാണിക്കില്ല. കാരണം എല്ലാവരും അങ്ങനത്തെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടോ? പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അവരെ മീറ്റ് ചെയ്യുകയും അവരെ കാണുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അധികം കിട്ടിയിട്ടില്ല ചാൻസ്. ഓക്കെ. പ്രൊഫഷണലി പാട്ട് പാടാൻ തുടങ്ങിയത് was first in my 8th standard. One Chetan, Anup Chetan, he saw me singing in one association. So then he is like, okay, you want to join for me for the next program? വേറൊരു പ്രോഗ്രാം വരുന്നുണ്ട്, കൂടുന്നുണ്ടോ, വരുന്നുണ്ടോ, അങ്ങനെ തുടങ്ങിയ ഒരു ജേർണിയാണ്. ഇതുവരെ ഇപ്പം ദൈവസഹായിച്ച് നടക്കുന്നു സക്സസ്ഫുള്ളി. ഫൈസൽ, ഇവിടെ മാപ്പിളപ്പാട്ട് പാടിയിട്ട് ഈ കാണികളുണ്ടല്ലോ, അവരുടെ റിയാക്ഷൻ, അവർ വന്നിട്ട് ആ ഫൈസൽ കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പറയണേ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ്? കാരണം ഞാനിവിടെ 2 കല്യാണ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ അല്ല, ഞാൻ ഒറ്റക്ക് 10-22 പാട്ടോളം പാടും. അപ്പോൾ അതിക്കും 10 ആഴ്ച അവര് വേറൊരു ടീമിനെ കൂടെ പാടിപ്പിച്ചു. അപ്പോൾ
അവർക്ക് ഇഷ്ടമായി, പാട്ട് ഇഷ്ടമായി. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് മറ്റേത് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോ. അപ്പൊ അതില് കോമ്പറ്റീഷൻ ആയത് ചിലപ്പോ അതുകൊണ്ടിട്ടായിരിക്കാം, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ നല്ല acceptance നല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കാണികൾ അങ്ങനെ വന്നിട്ട് പ്രത്യേകമായിട്ട് പറയാറ്? പിന്നെ പാടിയ പാട്ട് തന്നെ പിന്നെയും പഠിക്കാറുണ്ട്. ചില പേർ മൂവ്മെന്റ് കല്യാണ പാട്ടുകൾക്ക് ആൾക്കാർ ഭയങ്കര ഈ ഇശല് കൂടുതലുള്ള പാട്ടുകൾക്ക് ആൾക്കാർ കേൾക്കാൻ ഇപ്പൊ പടവാളും വെയിലുള്ള പാട്ട്, അതുപോലെ തന്നെ കടക്കണ്ണിൽ മുണ്ണ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുന്നത് ആൾക്കാർക്ക് ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ പഴയ കല്യാണ പാട്ടെന്ന് പറഞ്ഞപ്പോ ഓഡിയൻസിന് ഇഷ്ടമാണെന്നും പറഞ്ഞു. അപ്പൊ നമ്മുടെ ഓഡിയൻസ് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു പഴയ കല്യാണ പാട്ടല്ല. നീലമിഴിയിൽ കിനാവ് പൂത്ത പൂമണവാട്ടി നാണമാ പൂക്കൾ പെറുക്കി മാല കോർക്കുന്നേ നാലു പാടും തോഴിമാർ നിന്നൊപ്പന മുട്ടുമ്പോ നിശീത പൂത്ത പൂങ്കവിൽ തടം തുടിക്കുന്നേ. ഗൾഫിലെ മാപ്പിള പാട്ടുകാരൻ എന്നും പ്രശ്നമുള്ളത് അവന്റെ ജോലിയാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അതിലാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടതാണല്ലോ. അല്ല, അതിലാണ് ഏറ്റവും കൂടുതൽ ഈ കത്തുപാട്ടുകൾക്ക് പ്രാധാന്യം വരുന്നത് അവിടെയാണ്. കാരണം ഇവിടെ ജോലിയിൽ പെട്ട് കിടക്കുകയാണ്, അത് വിഷമിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് അന്ന് പാട്ട് വരുന്ന സമയങ്ങളിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഡെയിലി ഒരു 10 പ്രാവശ്യം നാട്ടിൽ വിളിക്കും. അന്ന് ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ 5 ദിവസം 6 ദിവസം നാട്ടിൽ ചെന്നിട്ട് അതിന്റെ റിപ്ലൈ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കാലമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോ കത്തുപാട്ട് തീരെ കുറവാണെന്ന് എന്റെ അഭിപ്രായം. എന്തായാലും അങ്ങനെ ഒരു കത്തുപാട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഷഫീർ ഏതെങ്കിലും കത്തുപാട്ട് ഓർമ്മയുണ്ടോ? ഷമീർ തന്നെ. എന്നാ തിരിച്ച് ഷമീറിന്റെ തന്നെ വരാം. അബുദാബിയിലുള്ളൊരെഴുത്തു പെട്ടി തുറന്നപ്പോൾ കത്ത് കിട്ടി.